കുട്ടപ്പ കാറ്റിന്റെ ബിസിനസ് ഒക്കെ എങ്ങനെയുണ്ട്? ഒന്നും പറയണ്ട സാറേ, ഇപ്പോഴത്തെ സൈക്കിളിനൊന്നും കാറ്റിന്റെ ആവശ്യം ഇല്ലെന്ന് വന്നിരിക്കുക. കാറ്റിന്റെ ആവശ്യം ഇല്ലേ? ഓ, എല്ലാം ഇപ്പൊ കമ്പ്യൂട്ടറിലല്ലേ ഉള്ളുന്നത്. കാറ്റ് റെഡി. അയ്യോ, എന്റെ കാറ്റ് പോയി. എന്നെ എവിടെയെങ്കിലും ഒളിപ്പിച്ചടാ, എവിടെയെങ്കിലും ഒളിപ്പിക്കാം. അയ്യോ എന്റെ അമ്മ, ഞാൻ ഇങ്ങോട്ട് ഓടും. അയ്യോ, കത്തില്ലാത്തോണ്ട് തന്നെ ഓടുന്നത്. സത്യം പറഞ്ഞ ഇന്ന് വരെ അശ്വതിയുടെ പേരിൽ ഒരു കത്തും തപാൽ ഓഫീസിൽ വന്നിട്ടില്ല. വന്നാ ഞാൻ തരാതിരിക്കുവോ? ഇങ്ങനെ കുത്തിനു പിടിച്ച് കത്തുണ്ടോന്ന് ചോദിക്കുന്ന ആരെങ്കിലും കണ്ട നാളെ എന്റെ പണി പോകും അശ്വതി. പൊയ്ക്കോട്ടെ, നിങ്ങളെ കൊണ്ട് എനിക്ക് ഒരു ഗുണമില്ല. ബാലേട്ട എനിക്ക് എഴുതുന്ന കത്തൊക്കെ നിങ്ങൾ എനിക്ക് തരാതിരിക്കുന്നതല്ലേ? ഞാൻ തരാതിരിക്കും? ഈ ചിന്നമണിക്ക് എന്തിനാ നിന്റെ ബാലേട്ടന്റെ കത്ത്? ഒരു കാര്യം ചെയ്യും, എങ്ങനെയെങ്കിലും അവന്റെ അഡ്രസ് തപ്പിപ്പിടിച്ച് അങ്ങോട്ട് കത്ത്, അപ്പൊ മറുപടി വരും. ഞാനത് കൊണ്ടുവന്ന് അറേഞ്ച് ചെയ്യാം. എനിക്കറിയാം, ബാലേട്ട എനിക്ക് എഴുതാറുണ്ട്. എന്തെങ്കിലും ഒരിക്കൽ എന്റെ കയ്യിൽ ആ കത്ത് കിട്ടും, നോക്കിക്കോ. ഞങ്ങളെ പറ്റിക്കാനേ ദൈവം വിചാരിച്ചാലും സാധിക്കില്ല. പിന്നെയല്ലേ ഒരു പോസ്റ്റ്മാൻ. എന്താണോ നോക്കുന്നത്? പോടോ. കുത്തിന് പിടിക്കാഞ്ഞ ഭാഗ്യം. പിന്നെ ഞാനൊരു തമാശ പറഞ്ഞാൽ അതൊരു തമാശയായിട്ട് തോന്നിയ ഒന്ന് ചിരിച്ചേക്കണം. അല്ലെങ്കിൽ ഒരു മറുപടി. പേടിക്കാനൊന്നുമില്ല, ചെറുതായിട്ടൊന്നും ഞെട്ടും, അത്രേ ഉള്ളൂ. പറയട്ടെ, എനിക്ക് ഹലോ, എന്താ രണ്ടുപേരും കൂടി പ്രേമിക്കുക? അയ്യേ, ദാസേട്ടൻ എന്താ ഇന്ന് പാലും വണ്ടി എടുത്തില്ലേ? എടുത്തു. അല്ല അല്ല, ഈ പാല് റിപ്പയർ ആയതുകൊണ്ട് അല്ല, വണ്ടി റിപ്പയർ ആയതുകൊണ്ട് പാല് റിപ്പയർ ആയി. അല്ല, ഈ വണ്ടിയും പാലും ഒക്കെ ഇപ്പൊ റിപ്പയർ ആയി. പോരെ? നിന്റെ കളിതമാശ കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ആളും തരം നോക്കി സംസാരിക്കാൻ നിനക്കറിയില്ല. അയ്യോ, സംസാരിച്ചത് കുഴപ്പമായില്ലേ? ആ, ബാലേട്ടൻ ഇങ്ങോട്ട് വന്നോട്ടെ, ഇതിനൊരു തീരുമാനം ഉണ്ടാവോ നോക്കാം. പോടി അവിടുന്ന്, നിനക്ക് വട്ട. ദാസാ, നീ വന്നാ ചോദിക്കട്ടെ. എന്തോ? നീ കാറിനകത്തൊരു മദാമം കയറ്റി എങ്ങാണ്ടൊക്കെ വട്ടം കറങ്ങിന്ന് കേട്ടല്ലോ. വട്ടം കറങ്ങിയൊന്നുമില്ല, അവര് കലാമണ്ഡലത്തിലേക്കുള്ള വഴി ചോദിച്ചു, ഞാൻ നേരെ അവിടെ കൊണ്ടുവന്ന് ഇറക്കി. നീ അവരുടെ ഏത് ഭാഷയിലാ സംസാരിച്ചേ? ഇംഗ്ലീഷില്. അപ്പൊ നീ ഒരുപാട് കഷ്ടപ്പെട്ട് കാണുമല്ലോടാ ദാസാ. അറിയാൻ വയ്യാത്ത ഭാഷ ആയതുകൊണ്ട് വലിയ കഷ്ടപ്പാടം ഉണ്ടായില്ല. ബാലന്റെ അമ്മ പഠിച്ചിരുന്നത് ഡൽഹിയിലാ. എന്താ അവരുടെ ഇംഗ്ലീഷ്? അവിടെ ബന്ധത്ത് ജനിച്ചു എന്നല്ലാതെ അവളെ വിവാഹം കഴിക്കാൻ എനിക്ക് എന്താ ഒരു അർഹത? 2ാം ക്ലാസ് പോലും പഠിക്കാത്ത ഒരു നാട്ടിൻപുറത്തുകാരനോടെ കഴിയാൻ അവൾ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും നേരത്തെ അങ്ങ് പോയത്. ബാലൻ 6 വയസ്സുള്ളപ്പോഴാ രേണുവിനെ പ്രസവിച്ചത്. ഇവക്ക് 3-4 വയസ്സായപ്പോഴാ ഞാൻ 4-5 ഇംഗ്ലീഷ് വാക്ക് പറയാൻ തന്നെ പഠിച്ചത്. അല്ല, പ്രസവിക്കാനിപ്പോ ഇംഗ്ലീഷ് പഠിക്കണമെന്നൊന്നുമില്ല. അല്ല, പ്രസവിക്കാൻ ഇംഗ്ലീഷ് പഠിക്കണോണ്ടും കുഴപ്പമില്ല അല്ലേ? അവൻ നല്ലവനാ. നിന്റെ അമ്മയുടെ ചാത്തത്തിന് പേരൂരി എന്നപ്പോഴാ അവൻ ജോലി ചോദിച്ച് എന്റെ അടുത്ത് വന്നത്. അനാഥനാന്ന് പറഞ്ഞപ്പോ ഞാനിങ്ങ് കൂട്ടിക്കൊണ്ടു പോകും. പാവാ. മരിക്കുന്നതിന് മുമ്പ് അവന് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. ആ, സമയം വരുമ്പോ എല്ലാം നടക്കുമല്ലേ മോളെ? അച്ഛനൊന്ന് കുളിക്കട്ടെ, ഇത്തിരി വെള്ളം ചൂടാക്ക. സാറെന്താ ഇവിടെ നിൽക്കുന്നത്? അങ്ങോട്ട് പോണില്ലേ? എന്താ ഇവിടെ? എന്ത് പറയാനാ എന്റെ സാറേ, മരിച്ചുപോയ ഒരുത്തൻ തിരിച്ചു വരാൻ വേണ്ടി ആനയെ കൊണ്ട് 101 കുടം വെള്ളത്തിൽ ആ പെങ്കൊച്ചിനെ കുളിപ്പിക്കുക. പെണ്ണിനും തന്തയ്ക്കും വട്ടെന്നല്ല, എന്താ പറയാ. ഏതായാലും ഇത് കഴിഞ്ഞ് സദ്യ ഉണ്ടാവും. പത്മനാഭനാണോ ശങ്കരകുട്ടിയാണോ? ഏത്? അല്ല, ആനയെ പത്മനാഭനാണെ 2 പാപ്പാമാരെ വലിച്ചു കീറിയതാ. എന്നാ പോട്ടെ, ഇവിടെ തന്നെ നിന്നോ, ആന വരും. എന്തേ 101 കൊടുത്ത് നിർത്തിക്കളഞ്ഞേ? 1001 ആവായിരുന്നില്ലേ? ചന്നി കയറി ചാവായിരുന്നു. ചുക്ക് കാപ്പിയാ, ഇത്തിരി കുടിച്ചോളൂ, പനിക്ക് ഇത്തിരി ആശ്വാസം കിട്ടും. കുടിക്കാനാ പറഞ്ഞേ. ഞാൻ കൊടുത്തോളാം.
ഇത് കുടിക്കില്ല കുട്ടിയെ. ഇതിന്റെ തലയിലെടുത്ത് വേറെയാ. എഴുതിയ ദൈവത്തിന് പോലും അതിപ്പോ വായിക്കാൻ ബുദ്ധിമുട്ടാ. അല്ല പിന്നെ അനുഭവിക്കുക എന്നെ ഇല്ലണ്ടപ്പോ എന്താ ചെയ്യാ? സാരമില്ല, ഉറങ്ങിക്കോളൂ. ഓം ഹ്രീം സ്വാഹ ഓം സ്വാഹ. വരൂ, എന്റെ പാട്ട് ഇന്നോടെ ഞാൻ അവസാനിപ്പിക്കാം. വരൂ, അവിടെ ഇരിക്കും. ഇരിക്കാൻ, ഇരിക്കാൻ. അങ്ങോട്ട് കെട്ടുപണിക്കരെ എന്നെ ചതിക്കാനാ. ശൈവഭൂതങ്ങളെയും അവരുടെ മരുമക്കളെയും ഞാൻ കെട്ടിയ ഈ ഉറുക്ക് ധൈര്യത്തില് കയ്യിൽ കെട്ട്. ഇനി ഒരുത്തന്റെ ചിന്തകളും ഇവളെ ബാധിക്കുകയില്ല. സകല ബാധകളും ഒഴിഞ്ഞു മറഞ്ഞു പോകും. ഓം ഹ്രീം ക്ലീം സ്വാഹ. ഒരു ചെമ്പ് ശുദ്ധമായ ജലം കൊണ്ടുവരൂ. മോള് പേടിക്കണ്ട. ഞാൻ ഇതിൽ ഊറിയത് തിരിച്ചടിക്കണ കാറ്റല്ല, നേരെ അടിക്കണ കാറ്റാണ്. നിന്റെ മനസ്സിൽ ആരാണോ ഉള്ളത് അവൻ വരും. അവനെ മതിയായിരുന്നു. ഓം കൊണ്ടാ. അയ്യോ എന്റെ കുഞ്ഞ്. പേടിക്കണ്ട, ധൈര്യമായിട്ട് കെട്ടിക്കോളൂ. കെട്ടിത്തീരുന്നവരെ കുട്ടി അറിയൂല. തൊട്ടുഴിയാടാതെ കെട്ടു. തൊട്ടുഴിയാടാതെ കെട്ടാൻ. തിരിഞ്ഞു നോക്കരുത്. എവിടെയാ കെട്ടണ്ടേ? തിരിഞ്ഞു നോക്കരുത്. തൊട്ടുഴിയാടാതെ കെട്ടു. എങ്ങനെയായാലും പണിക്കരുടെ ഇത്തവണത്തെ മന്ത്രം ഫലിച്ചു എന്നാ തോന്നുന്നത്. ശാന്തി ശാന്തി ശാന്തി. ചേച്ചി, ഈ പണിക്കരുടെ മന്ത്രം ഫലിക്കെന്ന് പറയുന്നത് ശരിയാണോ? പിന്നെ ചത്ത കോഴിയെ വരെ ജീവനോടെ പറപ്പിച്ചിട്ടുണ്ടെന്നാ എല്ലാരും പറയുന്നേ. എനിക്ക് തോന്നുന്നു ഇതുവല്ല സൈനൈഡും ആയിരിക്കും. പുലികളുടെ കഴുത്തിൽ കെട്ടി തൂക്കുന്ന പോലെ. അല്ലടാ, ഇതുവല്ല ബോംബായിരിക്കും. പൊട്ടിത്തെറിക്കുക ചേച്ചി. അങ്ങനെ ഒരു ബോംബും അശ്വതി ചേച്ചിയുടെ ദേഹത്ത് പൊട്ടൂല. മോൻ പേടിക്കണ്ട കേട്ടോ. അശ്വതി, നിന്റെ ബാലേട്ടന്റെ കത്ത് വന്നു. കത്ത് വന്നൂന്ന്. പദ 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 സരി ഗരി ഗ സരി ഗരി ഗരി സദ പദ സരി ഗരി ഗരി സദ പദ നി സരി നി പദ ന പദ ന പദ സരി പദ നി അശ്വതി, ദമ പദ ന പദ സരി സരി പാല്. വിനു, കണ്ണാ, ഗുണ്ടുമണി, പാലേട്ടന്റെ കത്ത് വന്നു. എന്റെ അമ്മ. വേഗം തുറക്കുക ചേച്ചി. എന്താ എഴുതിയിരിക്കുന്നത് നോക്കാലോ. തുറക്കാൻ തോന്നുന്നില്ല. കാത്തിരിക്കണ്ടെന്നോ മറ്റോ എഴുതിയിട്ടുണ്ടെങ്കിലോ? അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ ബാക്കി കാര്യം ഞങ്ങൾ ഏറ്റു. ചേച്ചി പൊട്ടിക്ക്. എന്നാ തുറക്കട്ടെ. എന്ത് വിഡ്ഢിത്തരാ നീ കാണിക്കുന്നത്? ഈ പാവത്തിന് തല്ല നാണമില്ലേ? തൊട്ടുപോരുത്.
എന്നെ തല്ലിയല്ലേ? പോടാ. പോടാ. വയ്യ ബാലേട്ട, ഇങ്ങനെ കാത്തിരിക്കാൻ വയ്യ. എല്ലാവരും എന്നെ പരിഹസിക്കുന്നു. വയ്യ. നീ ഇങ്ങനെ നാട്ടുകാർക്ക് ഒച്ച വെക്കല്ലേ. ഒച്ച വയ്ക്കല്ല. ഈ നാട്ടുകാരെ മുഴുവൻ വിളിച്ചേർത്ത് ഞാൻ പറയും എന്റെ മോടെ ജീവിതം നശിപ്പിക്കുന്ന ഏട്ടനാന്ന്. ആരെന്റെ മോൾ എങ്ങനെ നശിച്ചാലും ബാക്കിയുള്ളവർക്ക് എന്താ? ഏട്ടനും ഉണ്ടല്ലോ ഒരു മോള്. അവക്ക് ഈ ഗതി വന്നാ ഏട്ടൻ സഹിക്കോ? പറയൂ. അശ്വതിയുടെ ചോറും പൊതിയില് ബാലനുള്ള ചോറും കൂടെ വെച്ച് നീയാ രണ്ടുപേരെ സ്കൂളിൽ പറഞ്ഞയച്ചിരുന്നത്. പഠിച്ചു പഠിച്ചു വലിയ കളക്ടർമാരാവണമെന്ന് നീ അവരോട് പറയാറുണ്ടായിരുന്നു. ഒന്നും മറന്നിട്ടില്ലല്ലോ. അമ്മയില്ലാതെ വളർന്ന എന്റെ കുഞ്ഞുങ്ങൾക്ക് നീ ഒരു അമ്മയായി. വലിയ വലിയ മോഹങ്ങൾ നീ വെച്ച് പുലർത്തിയപ്പോഴും ഞാൻ അത്രത്തോളം ഒന്നും ആശിച്ചില്ല. നീ തന്നെയല്ലേ അവനെ അവൾക്ക് വേണ്ടി പറഞ്ഞു വെച്ചത്. നിന്റെ വേദന എന്താണെന്ന് എനിക്കറിയാം. അതുപോലെ തന്നെ ചെറിയടുത്ത് തറവാട്ടിലെ യുദ്ധന്റെ വേദന നീയും മനസ്സിലാക്കിക്കൊള്ളാം. മരിച്ചു മണ്ണടിഞ്ഞു പോയതിനെ കുറിച്ച് ഇനി വേദനിച്ചിട്ട് എന്താ കാര്യം? ലീലാവതി, അവള് മറ്റൊരാളെ വിവാഹം കഴിച്ച് ജീവിക്കുന്നതിലും ഭേദം എന്റെ മോന്റെ ഓർമ്മകളുമായി ഭ്രാന്ത് പിടിച്ചു മാറ്റിക്കുന്നു. ആ പെണ്ണിന്റെ ജീവിതം നശിപ്പിക്കുന്നത് ഇയാൾ ഒറ്റ ഒരുത്തനാ. ഞാനോ? അല്ലടോ, നേ നിക്കുന്നത്. ചത്ത് മണ്ണടിഞ്ഞു പോയവനിങ്ങ് തിരികെ വരാൻ പോവല്ലേ. എന്തോ ഒരു വിവരക്കേട്. അല്ല ഇത് വേണ്ടേ? ഉണ്ടല്ലേ അവിടുത്തെ പുല്ല് വരും. ബാലന്റെ പിറന്നാളിന് ഇനി 7 ദിവസം കൂടെ ഉള്ളൂ. വർഷം തോറും നടത്താറുള്ള ഇത്തവണയും ഭംഗിയായി നടത്തണം. ഇങ്ങനെ എത്ര കാലം എന്ന് വെച്ചിട്ടാ അച്ഛൻ വഴിപാട് നടത്ത? വേണ്ട, ഒന്നും വേണ്ട. പാലേട്ടൻ വരുന്നെങ്കിൽ കണ്ടാ മതി. ഈ കാത്തിരിപ്പ പാലേട്ടൻ ഇല്ലാത്തതിനേക്കാൾ കൂടുതൽ ദുഃഖം. നന്നാവാനാ ഞാൻ അവനെ തല്ലിയത്. ആ തെറ്റ് ക്ഷമിച്ച് എനിക്ക് മാപ്പ് തന്ന് അവൻ തിരിച്ചു വരട്ടെ. മോളെ അച്ഛന് അച്ഛന്റെ മോനെ കാണണ്ടേ, മോക്ക് ചേട്ടനെ കാണണ്ടേ. അവനെ ദൈവത്തെക്കാളേറെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടി ഇവിടെ ഇല്ലേ? അവക്ക് അച്ഛൻ കൊടുത്ത വാക്ക് പാലിക്കണ്ടേ? പാലേട്ടൻ വരണം. എന്നാലും അച്ഛന്റെ ഈ വേദന കാണാൻ എനിക്ക് വയ്യ.
അച്ഛനിത്തിരി വെന്താലും സാരമില്ല, അവൻ മരണം. അതിനുവേണ്ടി എത്ര കാരുണ്യമില്ലാത്ത ദൈവമാണെങ്കിലും ശരി, വഴിപാട് നിവേദിച്ച് ആ പാത ഞാൻ മൂടും. അത് കാണുമ്പോ ദൈവം കണ്ണടച്ച് കളയും തോന്നുന്നുണ്ടോ?